ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിക്ക് വെരിവ് കുറഞ്ഞിട്ട് കേട്ടോ. പമ്പ് നോസിലിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു സുഹൃത്തുണ്ട്, അപ്പോൾ അവൻ പറഞ്ഞു തന്നാണ്, ഒരു വർഷാപ്പാരൻ കൂടിയാണ്. അപ്പോൾ വണ്ടിയിൽ ഓയിൽ ഒഴിച്ചാൽ, അതായത് 1 ലിറ്ററിന് ഏകദേശം 100 നമ്മളെ എൻജിൻ ഓയിൽ നമ്മളെ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിക്കും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൾറെഡി വണ്ടി എടുത്ത് മുതൽ തന്നെ ആപ്പിൻ്റെ സിലീന ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 ലിറ്ററോളം ഡീസൽ നമ്മുടെ ടാങ്കിലുണ്ട്. അപ്പോൾ ഏകദേശം എടുക്കുന്ന ഒരു 250-300 ഗ്രാമോളം ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നേരിട്ട് നമ്മളെ ഡീസൽ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. കാരണം ഞാൻ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4000-5000 കിലോമീറ്ററിൽ ഓടി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് നേരിട്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നിലവിൽ ഡീസൽ അതിലുള്ളതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി നല്ലോണം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓടണം എന്നാലേ ഉള്ളൂ. അതായത് ഈ പമ്പ് നോസിൽ എന്ന് പറഞ്ഞാൽ പമ്പിൽ വരുന്ന ചെറിയ ചെറിയ കരടുകളുണ്ടാവും, നമ്മൾ കണ്ണിന് പോലും കാണാത്ത കരടുകളുണ്ടാവും. ആ കരടുകൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം ചെയ്തിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും അങ്ങനെ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പിന്നീടുള്ള വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും പറയാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കുലുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I